2025 കൈക്കൂലി വരുന്ന വഴി. ഹലോ, അതെ ഭാമയാണ്. ആ വിദ്യ. അയ്യോ, ഞാൻ മോഹനോടൊരു കാര്യം പറഞ്ഞിട്ടില്ല. കേക്കുന്ന വട ചാടി കടിക്കാൻ വരുമോന്ന് എന്റെ പേടി. ഇല്ല, ആളിപ്പോ ഇവിടെ ഇല്ല. ആ വിശേഷം നീ അറിഞ്ഞില്ലല്ലോ. രാവിലെ മോഹനേട്ടൻ ഉദ്ഘാടനത്തിന് പോയിരിക്കുക. അതേന്ന് പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത ജംഗ്ഷനിൽ ഒരു പുതിയ സ്ഥാപനം, ഹോം അപ്ലയൻസസ് വിൽക്കുന്ന കടയാ. അതിന്റെ ഉദ്ഘാടനം മോഹനേട്ടന്റെ ഒരേ നിർബന്ധം. അയാൾ വന്ന് പോയിട്ട് പറഞ്ഞപ്പോ മോഹനേട്ടൻ സമ്മതിച്ചു. ഇല്ലില്ല, 8:30 മറ്റേ ഉദ്ഘാടനം. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഓഫീസിൽ പോവുള്ളൂ. രാവിലെ കാപ്പി പോലും കുടിക്കാതെ പോയത്. തിരിച്ചു വരുമ്പോ സുന്ദരേശന്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ആള് മോഹനേട്ടനായതുകൊണ്ട് ഉറപ്പൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ശരി, മോഹനേട്ടൻ എന്ത് പറഞ്ഞാൽ സോപ്പിടുവോ എന്തോ. എത്തിയല്ലോ ഉദ്ഘാടനക്കാരൻ. ഇത്ര നേരത്തെ എത്തിയോ? എങ്ങനെയായിരുന്നു മോഹനയുടെ പരിപാടി? നന്നായിരുന്നു. ഇത്ര രാവിലെ ആയതുകൊണ്ട് അധികം ആരും വന്നില്ല. പക്ഷെ 9:30 ആവുമ്പോ ആളുകൾ വന്നു തുടങ്ങും എന്നാണ് പറയുന്നത്. ആളുകൾ വരുന്നതിന് മുന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്റെ സമയമാണല്ലോ പ്രശ്നം. ആളുകൾ വരുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. ഞാൻ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ 8:30 എന്ന സംഗതി നടക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ അവർ സമ്മതിച്ചു. നാട മുറിച്ചു, ഒരു വിളക്കം കത്തിച്ചു. ഉദ്ഘാടനത്തിന് പോയിട്ട് അവരൊന്നും തന്നില്ലേ? എന്ത്? അത് കൊള്ളാം. ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നവർക്ക് എന്തെങ്കിലും ഉഗ്ര സമ്മാനമൊക്കെ നൽകുന്ന പതിവ് നമ്മുടെ നാട്ടിലുണ്ട്. അതല്ലേ അതിന്റെ ഒരു മര്യാദ. ഒരു നാട മുറിച്ചല്ലേ ഉള്ളൂ. അതല്ലേ ഉദ്ഘാടനം. ഉദ്ഘാടനത്തിന് മോഹനേട്ടൻ തന്നെ വരണമെന്ന് പറഞ്ഞു ബഷീർ ഇവിടെ വന്ന് നിർബന്ധിച്ച ഓർമ്മയുണ്ടോ? എന്താ അതിനർത്ഥം? മോഹനേട്ടൻ ഉദ്ഘാടനം ചെയ്താൽ ഐശ്വര്യമാണ്, മോഹനേട്ടൻ ഉദ്ഘാടനം ചെയ്തു എന്നറിഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസമാവും എന്നൊക്കെയല്ലേ? അങ്ങനെയുള്ളപ്പോ ഒരു ചെറിയൊരു സമ്മാനം പോലും തരാതെ മോഹനേട്ടനെ വെറും കൈയോടെ വിട്ടത് മോശമായി പോയി. ഞാനൊന്നും പ്രതീക്ഷിച്ചല്ലോ പോയത്. പിന്നെന്താ മോശമല്ലേ? ഇനിയിപ്പോ അതോർത്ത് മോഹനേട്ടൻ വിഷമിക്കണ്ട. അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവരങ്ങനെ പ്രവർത്തിച്ചു, അത്രയുള്ള കാര്യം. എനിക്ക് ഈ കാര്യത്തിൽ ഒരു വിഷമവുമില്ല. കാരണം ഞാന് ഒരു സമ്മാനം കിട്ടുമെന്ന് കരുതി ഉദ്ഘാടനത്തിന് പോയല്ല. ബഷീർ നിർബന്ധിച്ചു, അപ്പോ ഒന്ന് സഹായിക്കാതെ കരുതി, അത്രേ ഉള്ളൂ. അതെന്തായാലും പോട്ടെ. എനിക്ക് മോഹനേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. അത് കേൾക്കുന്ന പാടെ എടുത്തു ചാടാതെ സ്വസ്ഥായിട്ടൊന്ന് കേൾക്കണം. അപ്പോഴേ മനസ്സിലായി എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന്. ഭാമേ, മണി 9 കഴിഞ്ഞു. നീ എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് വെക്ക. എനിക്ക് 9:30 കഴിയുമ്പോ ഓഫീസിലേക്ക് പോണം. അല്ല മോഹനേട്ടാ, അതെ, കുറച്ചു മുന്നേ വിദ്യാലക്ഷ്മി വിളിച്ചിരുന്നു. അവള് എന്തിനാണ് എന്ന് എനിക്കറിയാം. അവളുടെ അമ്മാവന്റെ മകൻ സുന്ദരേശന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാനല്ലേ. കഴിഞ്ഞ ആഴ്ച സുന്ദരേശൻ അപേക്ഷ തന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ മുന്നാധാരത്തിന്റെ പകർപ്പ് വേണം എന്ന്. മുന്നാധാരം എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്നൊരു ന്യായവും പറഞ്ഞു സുന്ദരേശൻ. അത് സത്യവും മോഹനേട്ടാ. 1 കൊല്ലം മുന്നേ സുന്ദരേശൻ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയപ്പോഴേ ഈ സാധനങ്ങളൊക്കെ മാറ്റുന്നതിനിടയില് ആ മുന്നാധാരം പോയി. എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ചെയ്യാൻ ഒരുപാടുണ്ട്. രജിസ്റ്റർ ഓഫീസിൽ പോയാൽ മുന്നാധാരത്തിന്റെ പകർപ്പ് കിട്ടുമല്ലോ. കിട്ടും, പക്ഷേ അന്വേഷിച്ചപ്പോൾ അതിന് ഒരുപാട് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അത്രയും സമയം കളയാൻ സുന്ദരേശന് ഇല്ല. അതിന് അവൻ കണ്ടുപിടിച്ച കുറുക്കോഴി എന്താണെന്ന് അറിയാമോ? എനിക്ക് കൈക്കൂലി തരാൻ നോക്കി. ഇന്നലെ ശിശുപാലിനെ വിളിച്ചവൻ പറയുക, കാര്യം നടക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാമെന്ന് മോഹനേഷ് സാറിനോട് പറയൂ സാറേ എന്ന്. വില്ലേജ് ഓഫീസർ കെ മോഹനേഷിന് കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കാമെന്ന് കരുതി അവന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടി തന്നെ. സുന്ദരേശൻ അങ്ങനെ അബദ്ധം പറ്റിയെന്നുള്ളത് നേരെ മോനട്ടാ. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും പോലെയാണ് മോഹനേട്ടൻ അയാൾ കരുതി. അത് അയാളുടെ തെറ്റ്. അയാളത്തിന് മാപ്പ് പറയാൻ തയ്യാറാ. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ടത്ര രേഖകളില്ലാതെ ഒരു സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുക.
എന്നിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൈക്കൂലി കൊടുക്കാൻ നോക്കുക. അവനെ അപ്പൊ തന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണ്ടായിരുന്നു. ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചു എന്ന് കരുതിയാൽ മതി. പക്ഷേ ആ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടാൻ സുന്ദരേശൻ കുറച്ച് പാടുപെടും. മോനേട്ടാ, ഈ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കല്ലേ. ഇത് വിളിക്കുമ്പോ ഞാൻ എന്താ പറയാ? അവളുടെ അമ്മാവന്റെ മോന്റെ അത്യാവശ്യം വന്നിട്ട് മോഹനേട്ടനെ കൊണ്ട് അത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കല്ലേ അതിന്റെ മോശം. കൈക്കൂലി കൊടുത്ത് കാര്യം നടത്താൻ നോക്കുന്ന ഒരു വിഡ്ഢിയെ സഹായിക്കേണ്ട കാര്യം നിനക്കില്ല. എന്നാലും മോനേട്ടാ എന്ന് കെ മോഹനേശ്വര സാറ് പറഞ്ഞ നടക്കില്ല. ആദ്യം സുന്ദരേശൻ മര്യാദ പഠിക്കട്ടെ. സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞു കൊടുക്കാം.